ഹലോ, ഞാൻ ഡാനിയലച്ചൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ, നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിളിനെ ഏറുന്ന മലയാളം പോഡ്കാസ്റ്റാണ്. ഇവിടെ നാം ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ ശ്രവിക്കുന്നു, ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു. ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന റീഡിംഗ് പ്ലാനിൻ്റെ സഹായത്തോടെയാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ബൈബിളിലെ 73 ഗ്രന്ഥങ്ങളിലൂടെ മനുഷ്യരക്ഷയുടെ കഥ എങ്ങനെ ഒരു സംഭവമായി അവതരിപ്പിക്കപ്പെടുന്നുവെന്ന് മനസ്സിലാക്കാനും ഒപ്പം ആ കഥയിൽ വായനക്കാരായ നമ്മൾ എങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയാനും നാം പരിശ്രമിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന വായനാ സഹായി ആവശ്യമുണ്ടെന്ന് തോന്നുന്നവർക്ക് BIYindia.com/മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ്. ഞാൻ വായിക്കുന്നത് POC മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. ദൈവത്തിൻ്റെ അനന്തമായ കരുണയിൽ ഇന്ന് 71ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ഇന്നത്തെ വചന വായനയുടെ പാഠഭാഗങ്ങൾ സംഖ്യയുടെ പുസ്തകം അധ്യായം 23, നിയമാവർത്തന പുസ്തകം അധ്യായങ്ങൾ 24, 25, കൂടെ നമ്മൾ 106 സങ്കീർത്തനം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് വചനം വായിച്ചു തുടങ്ങാം. മറക്കരുത്, നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുകയാണ്. സംഖ്യ അധ്യായം 23. ബാലാമിൻ്റെ പ്രവചനങ്ങൾ. ബാലാം ബാലാക്കിനോട് പറഞ്ഞു, ഇവിടെ എനിക്കായി 7 ബലിപീഠങ്ങൾ പണിയുക, 7 മൂരികളെയും 7 മുട്ടാടുകളെയും എനിക്കായി ഇവിടെ ഒരുക്കുക. ബാലാം ആവശ്യപ്പെട്ടതുപോലെ ബാലാക്ക് ചെയ്തു. ബാലാമും ബാലാക്കും ബലിപീഠത്തിന്മേൽ മൂരിയെയും മുട്ടാടിനെയും ഹോമിച്ചു. ബാലാം ബാലാക്കിനോട് പറഞ്ഞു, നിന്റെ ഹോമയാഗത്തോടടുത്ത് നിലയുറപ്പിക്കുക, ഞാൻ ചെല്ലട്ടെ. ഒരുപക്ഷെ കർത്താവിൻ്റെ പക്കൽ സന്നിഹിതനാകാൻ ഇടയായെങ്കിലോ? അവിടുന്ന് എന്നെ കാണിക്കുന്ന കാര്യം എന്തായാലും ഞാൻ നിന്നോട് വിവരിക്കാം. എന്നിട്ട് അവൻ ഒരു മേട്ടിലേക്ക് പോയി. ദൈവം ബാലാമിൻ്റെ പക്കൽ സന്നിഹിതനായി. അവിടുത്തോട് അവൻ പറഞ്ഞു, ഞാൻ 7 ബലിപീഠങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ബലിപീഠത്തിൽ മൂരിയെയും മുട്ടാടിനെയും ഹോമിക്കുകയും ചെയ്തിട്ടുണ്ട്. കർത്താവ് ബാലാമിൻ്റെ വായിൽ ഒരു വചനം നിക്ഷേപിച്ചുകൊണ്ട്, നീ ബാലാക്കിൻ്റെ അടുക്കൽ തിരിച്ചെത്തി ഇങ്ങനെ സംസാരിക്കണം എന്ന് അരുൾ ചെയ്തു. അവൻ അയാളുടെ പക്കൽ തിരിച്ചെത്തിയപ്പോൾ ഇതാ, അയാളും മൊവാബ് പ്രഭുക്കന്മാരും എല്ലാവരും ഹോമയാഗത്തോടടുത്ത് നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. അവൻ തൻ്റെ സുഭാഷിതം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ആരാമിൽ നിന്ന് ബാലാക്കെന്നെ ആനയിച്ചു, മൊവാബ് രാജാവ് പൗരസ്ത്യഗിരികളിൽ നിന്ന്. നീ വന്ന് യാക്കോബിനെ എനിക്ക് വേണ്ടി ശപിക്കുക, നീ വന്ന് ഇസ്രായേലിനെ ഭർസിക്കുക. ദൈവം ശപിക്കാതിരിക്കെ ഞാൻ എങ്ങനെ ശപിക്കും? കർത്താവ് ഭർസിക്കാതിരിക്കെ ഞാൻ എങ്ങനെ ഭർസിക്കും? പാറമുകളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, കുന്നിൻ പുറങ്ങളിൽ നിന്ന് അവനെ ഞാൻ വീക്ഷിക്കുന്നു. ഇതാ, ജനതകളുടെ ഭാഗമാകാതെ വേറിട്ട് പാർക്കുന്ന ഒരു ജനം. യാക്കോബിൻ്റെ ധൂളിയാകട്ടെ, ഇസ്രായേലിൻ്റെ 1/4 ആര് കണക്ക് കൂട്ടും? എൻ്റെ ആത്മാവ് സത്യവാന്മാരുടെ മരണം പുൽകട്ടെ, എൻ്റെ പിന്മുറ അവനെപ്പോലെയാകട്ടെ. ബാലാക്ക് ബാലാമിനോട് ചോദിച്ചു, നീ എന്നോട് എന്താണ് ഈ ചെയ്തത്? എൻ്റെ ശത്രുക്കളെ ശപിക്കാൻ ഞാൻ നിന്നെ സ്വീകരിച്ചു, എന്നാൽ ഇതാ, നീ അവരെ കാര്യമായി അനുഗ്രഹിച്ചു. അവൻ മറുപടിയായി പറഞ്ഞു, കർത്താവിൻ്റെ വായിൽ നിക്ഷേപിക്കുന്നതെന്തോ അത് സംസാരിക്കാനല്ലേ ഞാൻ ജാഗ്രത പുലർത്തേണ്ടത്. ബാലാക്ക് അവനോട് പറഞ്ഞു, എൻ്റെ കൂടെ മറ്റൊരു സ്ഥലത്തേക്ക് വന്നാലും അവിടെ നിന്ന് നിനക്കതിനെ കാണാം. അതിൻ്റെ അങ്ങേയറ്റം ഒഴികെയുള്ളത് നിനക്ക് കാണാം. അത് മുഴുവനായും നീ കാണണ്ട. അവിടെ നിന്ന് എനിക്ക് വേണ്ടി അതിനെ ശപിക്കുക. അയാൾ അവനെ സോഫീം വയലിൽ പിസ്ഗാ ശൃംഗത്തിലേക്ക് കൊണ്ടുപോയി. അവൻ 7 ബലിപീഠങ്ങൾ നിർമ്മിച്ച് ബലിപീഠത്തിൽ മൂരിയെയും മുട്ടാടിനെയും ഹോമിച്ചു. അവൻ ബാലാക്കിനോട് പറഞ്ഞു, നീ ഇവിടെ നിന്റെ ഹോമയാഗത്തോടടുത്ത് നിലയുറപ്പിക്കുക, ഞാൻ അവിടുത്തെ കണ്ടുമുട്ടട്ടെ. കർത്താവ് ബാലാമിൻ്റെ പക്കലണഞ്ഞ് അവൻ്റെ വായിൽ വചനം നിക്ഷേപിച്ചുകൊണ്ട്, നീ ബാലാക്കിൻ്റെ അടുത്ത് മടങ്ങിച്ചെന്ന് ഇങ്ങനെ സംസാരിക്കുക എന്ന് അരുൾ ചെയ്തു. അവൻ അയാളുടെ പക്കൽ ചെന്നപ്പോൾ ഇതാ, അയാൾ തൻ്റെ ഹോമയാഗത്തോടടുത്ത് നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. അയാളോടൊപ്പം മൊവാബ് പ്രഭുക്കന്മാരും ഉണ്ടായിരുന്നു. ബാലാക്ക് അവനോട് ചോദിച്ചു, കർത്താവ് എന്താണ് വചിച്ചത്? അവൻ തൻ്റെ സുഭാഷിതം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ബാലാക്കെ ഉണർന്ന് ശ്രവിക്കുക, സിപ്പോറിൻ്റെ പുത്ര എന്നിലേക്ക് ചെവി ചായ്ക്കുക. ദൈവം വ്യാജം പറയാൻ നരനോ പരിതപിക്കാൻ മനുഷ്യപുത്രനോ അല്ല. അവിടുന്ന് അരുൾ ചെയ്തിട്ട് നിവർത്തിക്കാതിരിക്കുമോ? ഉര ചെയ്തിട്ട് അത് നിറവേറ്റാതിരിക്കുമോ? ഇതാ, അനുഗ്രഹിക്കാൻ ഞാൻ ദൗത്യമേറ്റിയിരിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിച്ചു, അത് പിൻവലിക്കാൻ എനിക്കാവില്ല. യാക്കോബിൽ അവിടുന്ന് അകൃത്യം നിരീക്ഷിച്ചില്ല, ഇസ്രായേലിൽ തെറ്റ് ദർശിച്ചതുമില്ല. അവൻ്റെ ദൈവമായ കർത്താവ് അവനോട് കൂടെയുണ്ട്, രാജഭേരി അവനിലുണ്ട്. ദൈവം ഈജിപ്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ്റേത് കാട്ടുപോത്തിൻ്റേതുപോലെയുള്ള ഗാംഭീര്യമാണ്. നിശ്ചയമായും യാക്കോബിൽ ശകുനം നോട്ടമില്ല,
ഇസ്രായേലിൽ ഭാവി പറച്ചിലുമില്ല. ദൈവം പ്രവർത്തിക്കുന്നതെന്തെന്ന് യാക്കോബിനോടും ഇസ്രായേലിനോടും യഥാസമയം പറയപ്പെടും. ഇതാ, ഒരു ജനം സിംഹിയെപ്പോലെ അത് ഉണരുന്നു, സിംഹത്തെപ്പോലെ അത് എഴുന്നേൽക്കുന്നു. ഇര വിഴുങ്ങാതെ അത് കിടക്കുകയില്ല, നിഹതന്മാരുടെ രക്തം അത് കുടിക്കുന്നു. ബാലാക്ക് ബാലാമിനോട് പറഞ്ഞു, നീ അവനെയൊട്ട് ശപിക്കുകയും വേണ്ട, അവനെയൊട്ട് അനുഗ്രഹിക്കുകയും വേണ്ട. ബാലാം ബാലാക്കിനോട് മറുപടിയായി പറഞ്ഞു, കർത്താവ് കൽപ്പിക്കുന്നത് എന്തെല്ലാമോ അത് ഞാൻ ചെയ്യേണ്ടതുണ്ടെന്ന് നിന്നോട് പറഞ്ഞതല്ലേ. ബാലാക്ക് ബാലാമിനോട് പറഞ്ഞു, വന്നാലും മറ്റൊരിടത്തേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകാം. അവിടെ നിന്ന് എനിക്ക് വേണ്ടി നീ അവനെ ശപിക്കുന്നത് ദൈവദൃഷ്ടികളിൽ ശരിയാകാം. തരിശു ഭൂമുഖം കീഴ്ദർശനമായുള്ള പയോർ ശൃംഗത്തിലേക്ക് ബാലാമിനെ ബാലാക്ക് കൊണ്ടുപോയി. ബാലാം ബാലാക്കിനോട് പറഞ്ഞു, ഇവിടെ എനിക്കായി 7 ബലിപീഠങ്ങൾ നിർമ്മിച്ച് 7 മൂരികളെയും 7 മുട്ടാടുകളെയും തയ്യാറാക്കുക. ബാലാം പറഞ്ഞതുപോലെ ബാലാക്ക് ചെയ്തു. ബലിപീഠത്തിന്മേൽ മൂരിയെയും മുട്ടാടിനെയും അവൻ ഹോമിച്ചു. നിയമാവർത്തനം അധ്യായം 24. വിവാഹമോചനം. ഒരാൾ ഒരുവളെ സ്വീകരിച്ച് അവളുടെ ഭർത്താവായിരിക്കെ ആഭാസകരമായ എന്തെങ്കിലും അവളിൽ കണ്ടെത്തിയത് വഴി അവൾ അവൻ്റെ ദൃഷ്ടിയിൽ പ്രീതി കണ്ടെത്താതായാൽ അവൾക്ക് ഉപേക്ഷാപത്രം എഴുതി അവളുടെ കയ്യിൽ നൽകി അവൻ അവളെ തൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാം. അവൾ അവൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ചെന്ന് മറ്റൊരു പുരുഷൻ്റേതായി തീരുന്നു വന്നിരിക്കട്ടെ. അടുത്തയാളും അവളെ വെറുത്ത് അവൾക്ക് ഉപേക്ഷാപത്രം എഴുതി അവളുടെ കയ്യിൽ നൽകി തൻ്റെ വീട്ടിൽ നിന്ന് അവളെ പറഞ്ഞയക്കുകയോ അവളെ രണ്ടാമത് ഭാര്യയായി സ്വീകരിച്ചയാൾ മരിച്ചു പോകുകയോ ചെയ്താൽ അവൾ മലിനയായി തീർന്ന ശേഷം അവളെ പറഞ്ഞയച്ച ആദ്യ ഭർത്താവ് അവൾ തൻ്റെ ഭാര്യയായി തീരേണ്ടതിന് അവളെ സ്വീകരിക്കാൻ തിരികെ ചെല്ലാൻ പാടുള്ളതല്ല. കാരണം കർത്തൃസന്നിധിയിൽ അത് നിന്ദ്യമാണ്. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ മലിനമാക്കരുത്. വിവിധ നിയമങ്ങൾ. ഒരാൾ ഒരു പുതുമണവാട്ടിയെ സ്വീകരിച്ചാൽ അവൻ സൈന്യത്തോടൊപ്പം പുറപ്പെടരുത്. ഒരു ഉത്തരവാദിത്വവും അവൻ്റെ മേൽ ചുമത്തരുത്. തൻ്റെ കുടുംബത്തിനു വേണ്ടി 1 വർഷം അവൻ ഉത്തരവാദിത്വമുക്തനായിരിക്കും. പരിണയിച്ച ഭാര്യയോടൊപ്പം അവൻ സന്തോഷിക്കട്ടെ. ആട്ടുകല്ലോ മേൽക്കല്ലോ ആരും പണയം വാങ്ങരുത്. കാരണം ജീവൻ തന്നെയാണ് അവൻ പണയം വാങ്ങുന്നത്. ആരെങ്കിലും ഒരാൾ തൻ്റെ സഹോദരരായ ഇസ്രായേല്യരിൽ നിന്ന് ഒരു വ്യക്തിയെ മോഷ്ടിച്ച് അവനെ നിഷ്ഠൂരമായി പീഡിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യുന്നതായി കാണപ്പെട്ടാൽ ആ മോഷ്ടാവ് മരിക്കണം. അങ്ങനെ ആ തിന്മ നിന്റെ ഇടയിൽ നിന്ന് നീ ഉന്മൂലനം ചെയ്യണം. കുഷ്ഠബാധ അങ്ങേയറ്റം ശ്രദ്ധിക്കാനും വേണ്ടത് ചെയ്യാനും നീ ജാഗ്രത കാട്ടണം. ഞാൻ ലേവായ പുരോഹിതരെ അനുശാസിച്ചിട്ടുള്ളതുപോലെ അവർ നിങ്ങളെ പഠിപ്പിക്കുന്നതെല്ലാം അനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു പോന്നപ്പോൾ നിന്റെ ദൈവമായ കർത്താവ് മിരിയാമിനോട് വഴിയിൽ വെച്ച് ചെയ്തത് ഓർക്കണം. നിന്റെ അയൽക്കാരന് നീ എന്തെങ്കിലും കടം കൊടുക്കുമ്പോൾ അതിൻ്റെ പണയം ഈടാക്കാനായി അവൻ്റെ വീട്ടിനകത്ത് കടക്കരുത്. നീ പുറത്തു നിൽക്കണം. നീ വായ്പ കൊടുക്കുന്ന ആൾ പണയവസ്തു പുറത്ത് നിന്റെ പക്കൽ കൊണ്ടുവരട്ടെ. അയാൾ അഗതിയാണെങ്കിൽ അവൻ്റെ പണയവസ്തുവിൽ നീ ഉറങ്ങരുത്. സൂര്യൻ അസ്തമിക്കുമ്പോൾ പണയവസ്തു നീ തിരികെ കൊടുത്തിരിക്കണം. തൻ്റെ വസ്ത്രത്തിൽ അവൻ കിടക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. അത് നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നിനക്ക് നീതിയായി പരിണമിക്കും. നിന്റെ സഹോദരരിൽ നിന്നോ നിന്റെ ദേശത്തെ കവാടങ്ങളിലെ പ്രവാസിയിൽ നിന്നോ ഉള്ള അഗതിയോ ദരിദ്രനോ ആയ കൂലിക്കാരനെ നീ ഞെരുക്കരുത്. നീ അവൻ്റെ കൂലി അന്നന്ന് നൽകണം. സൂര്യൻ അതിന്മേൽ അസ്തമിക്കരുത്. എന്തെന്നാൽ അവൻ അഗതിയും അതിനുവേണ്ടി ആറ്റുനോറ്റിരിക്കുന്നവനുമാണ്. നിനക്ക് പാപമാകും വിധം അവൻ നിനക്കെതിരെ കർത്താവിനോട് നിലവിളിക്കാതിരിക്കാനാണിത്. മക്കളെ പ്രതി പിതാക്കന്മാർ വധിക്കപ്പെടരുത്. പിതാക്കന്മാരെ പ്രതി മക്കളും വധിക്കപ്പെടരുത്. അവർ വധിക്കപ്പെടേണ്ടത് അവനവൻ്റെ പാപത്തെ പ്രതിയാണ്. പ്രവാസിയുടെയും അനാഥൻ്റെയും ന്യായം നീ തകിടം മറിക്കരുത്. വിധവയുടെ വസ്ത്രം നീ പണയം വാങ്ങരുത്. നീ ഈജിപ്തിൽ അടിമയായിരുന്നെന്നും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അവിടെ നിന്ന് വീണ്ടെടുത്തെന്നും നീ ഓർക്കണം. അതുകൊണ്ടാണ് ഇക്കാര്യം ചെയ്യാൻ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നത്. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സകല കരവേലയിലും നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് വയലിൽ നിന്റെ വിളവ് നീ കൊയ്യുമ്പോൾ ഒരു കറ്റ വയലിൽ മറന്നാൽ അതെടുക്കാൻ തിരികെ പോകരുത്. അത് പ്രവാസിക്കും അനാഥനും വിധവയ്ക്കുമുള്ളതാണ്. നീ നിന്റെ ഒലിവ് തല്ലിപ്പറിക്കുമ്പോൾ പിന്നാലെ കൊമ്പുകൾ തപ്പിപ്പറിക്കരുത്. അത് പ്രവാസിക്കും അനാഥനും വിധവയ്ക്കുമുള്ളതാണ്. നീ നിന്റെ മുന്തിരി പറിക്കുമ്പോൾ പിന്നാലെ കാലാ പെറുക്കരുത്. അത് പ്രവാസിക്കും അനാഥനും വിധവയ്ക്കുമുള്ളതാണ്. ഈജിപ്ത് ദേശത്ത് നീ അടിമയായിരുന്നു എന്നോർക്കണം. അതുകൊണ്ടാണ് ഇക്കാര്യം ചെയ്യാൻ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നത്. നിയമാവർത്തനം അധ്യായം 25. ആളുകൾ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ ന്യായാധിപ സംഘത്തെ സമീപിക്കുകയും അവർ അവരെ സാധൂകരിക്കുകയും വേണം. അവർ നീതിമാനെ വെറുതെ വിടുകയും കുറ്റക്കാരനെ കുറ്റം വിധിക്കുകയും വേണം. കുറ്റക്കാരൻ പ്രഹരത്തിന് അർഹനെങ്കിൽ ന്യായാധിപൻ അവനെ തൻ്റെ മുമ്പിൽ കിടത്തി
അവൻ്റെ കുറ്റത്തിന് മതിയായത്ര എണ്ണം അടിയേൽപ്പിക്കണം. അവനെ 40 തവണയിൽ കൂടാതെ അടിപ്പിക്കാം. അതിലുമധികം അടി അവനെ ഏൽപ്പിച്ച് നിന്റെ ദൃഷ്ടികൾക്ക് നിന്റെ സഹോദരൻ നാണം കെടാതിരിക്കാനാണത്. കാള മെതിക്കുമ്പോൾ അതിൻ്റെ വായ് നീ കെട്ടരുത്. ഭർതൃ സഹോദര ധർമ്മം. സഹോദരന്മാർ ഒരുമിച്ച് താമസിക്കുകയും അവരിൽ ഒരാൾ മരിക്കുകയും അവന് പുത്രനില്ലാതിരിക്കുകയും ചെയ്താൽ മരിച്ചവൻ്റെ ഭാര്യ പുറത്തന്യപുരുഷന് ഭാര്യയായി തീരരുത്. അവളുടെ ഭർതൃ സഹോദരൻ അവളെ പ്രാപിച്ച് ഭാര്യയായി സ്വീകരിക്കുകയും ഭർതൃ സഹോദര ധർമ്മം നിർവഹിക്കുകയും വേണം. അവൾ പ്രസവിക്കുന്ന ആദിജാതൻ പരേതനായ സഹോദരൻ്റെ നാമം നിലനിർത്തണം. അങ്ങനെ ഇസ്രായേലിൽ നിന്ന് അവൻ്റെ പേര് തുടച്ചു നീക്കപ്പെടാതിരിക്കട്ടെ. എന്നാൽ അയാൾ തൻ്റെ സഹോദര ഭാര്യയെ സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അയാളുടെ സഹോദര ഭാര്യ പട്ടണവാതിൽക്കൽ ചെന്ന് ശ്രേഷ്ഠന്മാരോട് പറയണം, ഭർതൃ സഹോദര ധർമ്മം നിർവഹിച്ച് തൻ്റെ സഹോദരനു വേണ്ടി ഇസ്രായേലിൽ അവൻ്റെ നാമം നിലനിർത്താൻ എൻ്റെ ഭർതൃ സഹോദരൻ വിസമ്മതിക്കുന്നു. എന്നോട് ഭർതൃ സഹോദര ധർമ്മം നിറവേറ്റാൻ അയാൾ തയ്യാറല്ല. അപ്പോൾ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാർ അയാളെ വിളിച്ച് അയാളോട് സംസാരിക്കണം. എന്നാൽ അയാൾ ഉറച്ചു നിന്ന് ഇവളെ സ്വീകരിക്കാൻ എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അയാളുടെ സഹോദര ഭാര്യ ശ്രേഷ്ഠന്മാരുടെ കൺമുമ്പിൽ അയാളെ സമീപിച്ച് അയാളുടെ പാദത്തിൽ നിന്ന് ചെരിപ്പഴിക്കുകയും അയാളുടെ മുഖത്ത് തുപ്പുകയും വേണം. എന്നിട്ട് സ്വസഹോദരൻ്റെ ഭവനം പണിയാത്തവനോട് ഇപ്രകാരം ചെയ്യപ്പെടുമെന്ന് അവൾ മറുപടി പറയണം, ചെരിപ്പഴിക്കപ്പെട്ടവൻ്റെ ഭവനമെന്ന് അവൻ്റെ നാമം ഇസ്രായേലിൽ വിളിക്കപ്പെടും. വിവിധ നിയമങ്ങൾ. പുരുഷന്മാർ പരസ്പരം ശണ്ഠ കൂടുമ്പോൾ ഒരുവൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവിനെ പ്രഹരിക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നതിന് അവളുടെ കൈനീട്ടി അവൻ്റെ ജനനേന്ദ്രിയത്തിൽ കടന്നു പിടിച്ചാൽ അവളുടെ കൈപ്പത്തി വെട്ടിക്കളയണം. നിന്റെ കണ്ണ് ദയാമസൃണമാകരുത്. നിന്റെ സഞ്ചിയിൽ നിനക്ക് വലുതും ചെറുതുമായ വ്യത്യസ്ത കട്ടികൾ ഉണ്ടായിരിക്കരുത്. നിന്റെ വീട്ടിൽ നിനക്ക് വലുതും ചെറുതുമായ വ്യത്യസ്ത ഏഫാകൾ ഉണ്ടായിരിക്കരുത്. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകേണ്ടതിന് പൂർണ്ണവും കൃത്യവുമായ കട്ടി നിനക്കുണ്ടായിരിക്കണം. പൂർണ്ണവും കൃത്യവുമായ ഏഫായും നിനക്കുണ്ടായിരിക്കണം. ഇവ ചെയ്യുന്ന ഏവനും അനീതി ചെയ്യുന്ന ഏവനും ദൈവത്തിന് നിന്ദ്യനാണ്. ഈജിപ്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നപ്പോൾ വഴിയിൽ വെച്ച് അമലേക്ക് നിന്നോട് ചെയ്തത് നീ ഓർക്കണം. നീ ക്ഷീണിതനും തളർന്നവനുമായിരിക്കെ അവൻ വഴിയിൽ നിന്നെ നേരിട്ടതും നിന്റെ പിൻനിരയിലുണ്ടായിരുന്ന ബലഹീനരെയെല്ലാം അവൻ പിന്നിൽ നിന്ന് ആക്രമിച്ചതും അവനാകട്ടെ ദൈവത്തെ ഭയപ്പെട്ടിരുന്നില്ല. ആകയാൽ അവകാശമായി നിനക്ക് കൈവശപ്പെടുത്താൻ നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വിശ്രമം നൽകി കഴിയുമ്പോൾ അമലേക്കിൻ്റെ ഓർമ്മ ആകാശത്തിന് കീഴിൽ നിന്ന് നീ തുടച്ചു നീക്കണം. നീ അത് മറന്നു പോകരുത്. സങ്കീർത്തനങ്ങൾ 106. ഇസ്രായേലിൻ്റെ അവിശ്വസ്തതയും ദൈവത്തിൻ്റെ കാരുണ്യവും. ഹല്ലേലൂയ. കർത്താവിന് നിങ്ങൾ കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനല്ലോ, അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. കർത്താവിൻ്റെ ധീരകൃത്യങ്ങൾ ആര് ഉദീർണം ചെയ്യും? അവിടുത്തെ അവദാനങ്ങളെല്ലാം ആര് ശ്രദ്ധയിൽ കൊണ്ടുവരും? എല്ലാ കാലത്തും ന്യായം പാലിക്കുന്നവരും നീതി പ്രവർത്തിക്കുന്നവരും ഭാഗ്യവാന്മാർ. കർത്താവെ, അങ്ങേ ജനത്തോടുള്ള സംപ്രീതിയിൽ എന്നെ ഓർക്കണമേ. അങ്ങയുടെ രക്ഷയോടെ എന്നെ സന്ദർശിക്കണമേ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഐശ്വര്യം ആസ്വദിക്കാൻ, അങ്ങേ ജനതയുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ, അങ്ങേ അവകാശത്തോടൊപ്പം അഭിമാനിക്കാൻ എനിക്കിടയാകട്ടെ. ഞങ്ങളുടെ പിതാക്കന്മാരോടൊപ്പം ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ തിന്മ ചെയ്തു, ദുഷ്ടത പ്രവർത്തിച്ചു. ഈജിപ്തിലായിരുന്നപ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങയുടെ വിസ്മയകൃത്യങ്ങൾ ഗവനിച്ചില്ല. അങ്ങയുടെ കാരുണ്യാതിരേകം അവർ അനുസ്മരിച്ചില്ല. കടൽക്കരയിൽ ചെങ്കടലിങ്കൽ അവർ മത്സരിച്ചു. എന്നിട്ടും തൻ്റെ പ്രാബല്യം വെളിപ്പെടുത്താൻ വേണ്ടി തിരുനാമത്തെ പ്രതി അവിടുന്ന് അവരെ രക്ഷിച്ചു. അവിടുന്ന് ചെങ്കടലിനെ ശാസിച്ചു, അത് വരണ്ടുപോയി. മരുഭൂ സമാനമായ ആഴങ്ങളിലൂടെ അവിടുന്ന് അവരെ നടത്തി. അവിടുന്ന് അവരെ വിദ്വേഷിയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു, ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തു. വെള്ളം അവരുടെ വൈരികളെ മൂടിക്കളഞ്ഞു, അവരിൽ ഒരാളും അവശേഷിച്ചില്ല. അപ്പോൾ അവിടുത്തെ വാക്കുകൾ അവർ വിശ്വസിച്ചു, അവർ തിരുകീർത്തനം ആലപിച്ചു. എങ്കിലും അവർ അവിടുത്തെ പ്രവൃത്തികൾ വേഗം വിസ്മരിച്ചു, അവിടുത്തെ ഉപദേശത്തിനായി കാത്തുനിന്നില്ല. മരുഭൂമിയിൽ വെച്ച് അത്തിയാർത്തി അവരെ പിടികൂടി, വിജനതയിൽ വെച്ച് അവർ തമ്പുരാനെ പരീക്ഷിച്ചു. അവരുടെ അഭ്യർത്ഥന അവിടുന്ന് അവർക്ക് സാധ്യമാക്കി. എങ്കിലും അവരുടെ ആർത്തി കാരണം അവിടുന്ന് ക്ഷയവ്യാധി അയച്ചു. അവർ പാളയത്തിൽ വെച്ച് മോശയോടും കർത്താവിൻ്റെ പരിശുദ്ധനായ അഹ്റോനോടും അസൂയാലുക്കളായി. അപ്പോൾ ഭൂമി പിളർന്ന് ദാഥാനെ വിഴുങ്ങി. അബീറാമിൻ്റെ സംഘത്തെ അത് മൂടുകയും ചെയ്തു. അവരുടെ സമൂഹത്തിൽ അഗ്നി എരിഞ്ഞു, ദുഷ്ടരെ ജ്വാല ദഹിപ്പിച്ചു. അവർ ഹോറബിൽ വെച്ച് കാളക്കുട്ടിയെ ഉണ്ടാക്കി വാർപ്പ് വിഗ്രഹത്തെ ആരാധിച്ചു. അങ്ങനെ തങ്ങളുടെ മഹത്വം അവർ പുല്ല് തിന്നുന്ന കാളയുടെ ബിംബത്തിന് കൈമാറി.
തങ്ങളെ രക്ഷിച്ച തമ്പുരാനെ അവർ മറന്നു. ഈജിപ്തിൽ അവിടുന്ന് ചെയ്ത വൻകാര്യങ്ങൾ, ഹാമിൻ്റെ നാട്ടിലെ വിസ്മയനീയ പ്രവൃത്തികൾ, ചെങ്കടലിനു മീതെയുള്ള ഭീതിത കൃത്യങ്ങൾ തന്നെ. അവരെ നശിപ്പിക്കുന്നതിൽ നിന്ന് അവിടുത്തെ ക്രോധം പിൻവലിപ്പിക്കാൻ അവിടുന്ന് തെരഞ്ഞെടുത്തവനായ മോശ തിരുമുമ്പിൽ തടസ്സമായി നിന്നില്ലായിരുന്നെങ്കിൽ അവരെ നിർമ്മാർജ്ജനം ചെയ്യാൻ അവിടുന്ന് കൽപ്പിക്കുമായിരുന്നു. കമനീയമായ ദേശത്തെ ചൊല്ലി അവർ നിഷേധികളായി അവിടുത്തെ വാഗ്ദാനം വിശ്വസിച്ചില്ല. അവർ തങ്ങളുടെ കൂടാരങ്ങളിൽ വെച്ച് പിറുപിറുത്തു, കർത്താവിൻ്റെ സ്വരം അനുസരിച്ചില്ല. അതുകൊണ്ട് അവിടുന്ന് അവർക്കെതിരെ കരമുയർത്തി മരുഭൂമിയിൽ അവരെ വീഴ്ത്തേണ്ടതിനും ജനതകളുടെ ഇടയിൽ അവരുടെ സന്തതികളെ വീഴ്ത്തേണ്ടതിനും നാടുകളിൽ അവരെ ചിതറിക്കേണ്ടതിനും തന്നെ അവർ പെയോറിലെ ബാലിനോട് ചേർന്നു മൃതർക്കുള്ള ബലിവസ്തുക്കൾ ഭക്ഷിച്ചു. അവർ തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് അവിടുത്തെ പ്രകോപിപ്പിച്ചപ്പോൾ അവരുടെ ഇടയിൽ ഒരു മഹാമാരി പടർന്നു. അപ്പോൾ ഫിനഹാസ് എഴുന്നേറ്റ് വിധി നടപ്പാക്കി മഹാമാരി നിലയ്ക്കുകയും ചെയ്തു. തന്മൂലം അതവന് തലമുറയിലേക്ക് നിത്യതയോളം നീതിയായി കരുതപ്പെട്ടു. മെറീബ ജലാശയത്തിനടുത്ത് വെച്ച് അവർ രോഷമുളവാക്കിയപ്പോൾ അവർ മൂലം മോശയ്ക്കും ദോഷമുണ്ടായി. അവർ അവൻ്റെ ചൈതന്യത്തെ ദുഃഖിപ്പിച്ചതിനാൽ തൻ്റെ അധരങ്ങൾ കൊണ്ട് അവൻ പുലമ്പി. നശിപ്പിക്കാൻ കർത്താവ് തങ്ങളോട് കൽപ്പിച്ചിരുന്ന ജനങ്ങളെ അവർ നശിപ്പിച്ചില്ല. അവർ ജനതകളോട് ഇടകലർന്ന് അക്കൂട്ടരുടെ കർമ്മങ്ങൾ അഭ്യസിച്ചു. അക്കൂട്ടരുടെ വിഗ്രഹങ്ങളെ അവർ സേവിച്ചു. അവ അവർക്ക് കെണിയായി തീർന്നു. അവർ തങ്ങളുടെ പുത്രീപുത്രന്മാരെ ദുർദേവതകൾക്ക് ബലിയർപ്പിച്ചു. അവർ നിഷ്കളങ്ക രക്തം ചൊരിഞ്ഞു. കാനാനിലെ വിഗ്രഹങ്ങൾക്ക് അവർ ബലിയർപ്പിച്ച തങ്ങളുടെ പുത്രീപുത്രന്മാരുടെ രക്തം തന്നെ. അങ്ങനെ രക്തം കൊണ്ട് നാട് ദുഷിച്ചു. അവർ തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് മലിനരായി. തങ്ങളുടെ ചെയ്തികളാൽ അവർ വ്യഭിചരിച്ചു. കർത്താവിൻ്റെ കോപം തൻ്റെ ജനത്തിനെതിരെ ജ്വലിച്ചു. തൻ്റെ അവകാശം അവിടുത്തേക്ക് അറപ്പായി. അവിടുന്ന് അവരെ ജനതകളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവരുടെ വിദ്വേഷകർ അവരെ ഭരിച്ചു. അവരുടെ ശത്രുക്കൾ അവരെ ഞെരുക്കി. അവരുടെ കൈക്കീഴിൽ അവർ വിനീതരാക്കപ്പെട്ടു. പല പ്രാവശ്യം അവിടുന്ന് അവരെ മോചിപ്പിച്ചു. അവരാകട്ടെ തങ്ങളുടെ ദുരുപദേശത്താൽ ധിക്കാരികളായി. തങ്ങളുടെ കുറ്റത്താൽ അവർ അധപ്പതിച്ചു. എന്നിട്ടും അവരുടെ നിലവിളി കേട്ടപ്പോൾ അവിടുന്ന് അവർക്കുള്ള കഷ്ടത പരിഗണിച്ചു. അവിടുന്ന് അവരോടുള്ള തൻ്റെ ഉടമ്പടി ഓർമ്മിച്ചു. തൻ്റെ കാരുണ്യാതിരേകമനുസരിച്ച് അവിടുന്ന് മനസ്സലിഞ്ഞു. അവരെ തടവുകാരാക്കി എല്ലാവർക്കും മുമ്പിൽ ആർദ്രതാപാത്രങ്ങളാകാൻ അവർക്ക് അവിടുന്ന് ഇടവരുത്തി. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ പരിശുദ്ധിയുടെ നാമത്തിന് കൃതജ്ഞതയർപ്പിക്കാനും അങ്ങേ സ്തുതിപ്പിൽ അഭിമാനം കൊള്ളാനും ജനതകളിൽ നിന്ന് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണമേ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിത്യത മുതൽ നിത്യത വരെ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ജനം മുഴുവൻ പറയട്ടെ, ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സംഖ്യ 22 ആരംഭിച്ച ബാലാമിൻ്റെ കഥ ഇവിടെ തുടരുകയാണ്. ഞാൻ ഓർമ്മിപ്പിച്ചിരുന്നു നിങ്ങളോട്, ദ്രവ്യാഗ്രഹത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ച ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് വിപരീതമായി ബാലാക്കിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നാൽ 2 തവണ ഈ മനുഷ്യൻ, നാം വായിച്ച അധ്യായത്തിൽ കാണുന്നത് അതാണ്, 2 തവണ ഈ മനുഷ്യൻ ദൈവജനത്തെ ശപിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം ഈ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുകയും ശപിക്കുന്നതിന് പകരം മന്ത്രവാദിയായ ഈ മനുഷ്യൻ അവരെ അനുഗ്രഹിച്ച് തിരികെ വരികയും ചെയ്യുന്നു. ഇത് ബാലാക്കിന് വലിയ നിരാശയും കോപവും ഉണ്ടാക്കുന്നെങ്കിലും വീണ്ടും വീണ്ടും ബാലാമിന് അവസരങ്ങൾ നൽകാൻ അയാൾ ശ്രമിക്കുകയാണ്. വിശുദ്ധ പത്രോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ ബാലാമിനെ അപ്പസ്തോലൻ വിശേഷിപ്പിക്കുന്നത് തിന്മയുടെ പ്രതിഫലത്തെ സ്നേഹിച്ചവൻ എന്നാണ്. പുറമേ മധുരതരമായ വാക്കുകൾ പറയുമ്പോഴും അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് ഈ തിന്മയ്ക്ക് കൂട്ടുനിൽക്കുമ്പോൾ തനിക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലമായിരുന്നു. ബാലാമിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത്, അയാളുടെ തന്നെ പ്രവചനങ്ങളിലൂടെ നമ്മൾ കാണുന്നത്, കണ്ണു തുറന്ന് സമാധിയിൽ ലയിച്ചവൻ എന്നാണ്. ജ്ഞാനദൃഷ്ടി തുറക്കപ്പെട്ടവനായിരുന്നു, പ്രവാചകനായിരുന്നു അയാൾ. എന്നാൽ നോക്കുക, ദ്രവ്യാഗ്രഹം അയാളുടെ ഹൃദയത്തെ അന്ധമാക്കി കഴിഞ്ഞപ്പോൾ വരുംകാലങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പോലും പ്രവചിക്കാൻ സിദ്ധി നൽകപ്പെട്ടവൻ തൻ്റെ കൺമുമ്പിൽ തന്നെ കൊല്ലാൻ ഒരു ദൈവദൂതൻ നിൽക്കുന്നതും ഈ യാത്രയുടെ ഒടുവിൽ തനിക്ക് സംഭവിക്കാൻ പോകുന്ന മഹാദുരന്തത്തെയും അയാൾ കാണാതെ പോവുകയാണ്. പാപം ഒരാളുടെ കണ്ണുകളെ അന്ധമാക്കും. ദ്രവ്യാഗ്രഹം ഒരാളുടെ കണ്ണുകളെ അന്ധമാക്കും. കഴുത കാണുന്നത് പോലും കാണാൻ കഴിയാതെ ഈ പ്രവാചകൻ നിസ്സഹായനായി നിന്നത് നമ്മൾ കണ്ടതാണ്. ക്രിസ്തുവിനെക്കുറിച്ച് പോലും പ്രവചിച്ച പ്രവാചകനായിരുന്നു ബാലാം. പക്ഷേ പണക്കൊതി, സ്ഥാനമാനങ്ങളോടുള്ള അതിരു കവിഞ്ഞ മമത ഇയാളെ തനിക്ക് വരാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ച് അറിവില്ലാത്തവനാക്കി മാറ്റി. ബാലാം ദൈവജനത്തെ ശപിക്കാൻ ദൈവം ഇടവരുത്തിയില്ല. ശാപങ്ങളെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. അകാരണമായ ഒരു ശാപവും ആരെയും ഏൽക്കുകയില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ നിയമാവർത്തന പുസ്തകത്തിൽ നമ്മുടെ വായന നാം നടത്തിയപ്പോൾ ഇതുമായി ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു കാര്യം നമ്മൾ കാണുകയുണ്ടായി.
അനാഥൻ്റെ നിലവിളി, അഗതിയുടെ നിലവിളി, ദരിദ്രൻ്റെയും വിധവയുടെയും നിലവിളി തീർച്ചയായും അവരുടെ കണ്ണീരും അവരുടെ നിലവിളികളും നമ്മുടെ മേൽ നിശ്ചയമായും ശാപം കൊണ്ടുവരും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അഗതിയെയും അനാഥനെയും വിധവയെയും നിസ്സഹായനെയും എപ്രകാരമാണ് വലിയ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി നാം കാണേണ്ടതെന്ന്, കൂലിക്കാരന് കൂലി പിടിച്ചു വെക്കാതെ അവൻ്റെ ജീവനാംശം കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒക്കെ നിയമാവർത്തന പുസ്തകത്തിലെ നമ്മുടെ വായനയ്ക്കിടയിൽ കടന്നു വന്ന വചനങ്ങളെ ഒട്ടും ഗൗരവം കളയാതെ വളരെ വളരെ പ്രാധാന്യത്തോടെ എടുക്കേണ്ടതുണ്ട്. സുഗമമായ സന്തോഷകരമായൊരു ജീവിതത്തിന് തീർച്ചയായും ഇത്തരം നിലവിളികൾ കൊണ്ടുവരുന്ന ശാപങ്ങളെ നമ്മൾ ബോധപൂർവം തന്നെ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. ഈ വചനങ്ങൾ ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തെ കരുത്തുള്ളതാക്കുകയും തിരുത്തേണ്ട മേഖലകൾ കാണിച്ചു തരികയും ശക്തി തരികയും ബോധ്യങ്ങൾ തരികയും വിശ്വാസം തരികയും ഒക്കെ ചെയ്യുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മന്ത്രവാദവും ആഭിചാരവും ദുഷ്കൃത്യങ്ങളും കൊണ്ടൊന്നും ദൈവജനത്തെ നശിപ്പിക്കാൻ കഴിയില്ല എന്ന് എത്ര ശക്തമായ ബോധ്യമാണ് അവിടുന്ന് ഈ വചനത്തിലൂടെ ഞങ്ങൾക്ക് തന്നത്. ശാപത്തെ അനുഗ്രഹമാക്കുന്നൊരു ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പാവപ്പെട്ടവൻ്റെ നിലവിളികൾക്ക് നേരെ കണ്ണും കാതും അടയ്ക്കാതിരിക്കാൻ, അനാഥൻ്റെയും അഗതിയുടെയും വിധവയുടെയും പരദേശിയുടെയും നിലവിളികൾക്ക് കാരണമാകാതിരിക്കാൻ ഞങ്ങളെ അങ്ങ് കൃപാവരത്താൽ പൊതിഞ്ഞുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ, സുഖപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ, ആശ്വാസം കൊടുക്കണമേ, ഹൃദയത്തിന് സമാധാനവും സന്തോഷവും നൽകി സഹായിക്കണമേ എന്ന് ഞങ്ങൾക്കായി ജീവൻ തന്ന യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദൈവം നിങ്ങളെ പ്രത്യേകമായി സ്പർശിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഏറ്റവും ഹൃദയത്തിൻ്റെ ആഴത്തിലെ സത്യസന്ധതയിൽ നിന്ന് സ്നേഹത്തോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വചനവായനയിൽ പങ്കെടുക്കാൻ കഴിയും. നാളെ വീണ്ടും ഈ സ്വരം നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത്. ഞാൻ ഡാനിയലച്ചൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക, ഈശോയെ പങ്കുവെക്കാൻ പരിശ്രമിക്കുക. നാളെ വീണ്ടും കാണാമെന്ന പ്രാർത്ഥനയോടെ ബൈ.